വിശ്വാസ വെളിച്ചത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ ആധികാരികമായും വസ്തുനിഷ്ഠമായും ലളിതമായും പ്രേക്ഷകർക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ നമുക്കായി അവതരിപ്പിക്കുന്നത് പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനും അധ്യാപകനും ഇന്ത്യൻ തിയോളജിക്കൽ അസോസിയേഷൻ്റെ ദേശീയ അധ്യക്ഷനുമായ റവറൻഡ് ഡോക്ടർ വിൻസെൻ്റ് കുണ്ടൂളം അച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ, നമ്മളെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പ്രേക്ഷകർക്ക് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നതിൽ നമ്മളിപ്പോൾ അവസാനം ഈ കുദാശകളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അതിൽ മാമോദീസ കുദാശ കഴിഞ്ഞു, സ്ഥൈര്യലേപനം കഴിഞ്ഞു. കഴിഞ്ഞ 2-3 എപ്പിസോഡായിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇന്നും CCC 1356 നമ്പർ മുതലുള്ള ഭാഗം വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഭാഗമാണ് നമ്മളിന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിക്കുന്നത്. അച്ഛൻ, നമ്മൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വാസ്തവത്തിൽ കർത്താവിൻ്റെ ഒരു ബലിയാണ്, അല്ലെങ്കിൽ പെസഹ വിരുന്നാണ്. കർത്താവ് അർപ്പിച്ച ആ ബലിയുടെ ഒരു അനുസ്മരണമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പിതാവായ ദൈവത്തിനോടുള്ള ഒരു കൃതജ്ഞതയാണ്, കൃതജ്ഞതാസ്തോത്രമാണ് എന്ന് നമ്മൾ പറയുന്നു. CCCയിൽ അത് പറയുന്നു. അതൊന്ന് വിശദീകരിക്കാമോ അച്ഛൻ? നല്ലൊരു ചോദ്യമാണ്. പക്ഷെ പൊതുവേ ആരും ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വളരെ സൂക്ഷ്മമായ ഒരു വ്യത്യാസമാണ് അത്. വാസ്തവത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ബലി അർപ്പിക്കുന്നു, പക്ഷെ പിതാവിന് കൃതജ്ഞതാസ്തോത്രം അർപ്പിക്കുന്നു എന്നുള്ളത് ഈ മതബോധന ഗ്രന്ഥത്തിൽ അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പൊതുവേ നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മൾ ആരും തന്നെ അത്ര ശ്രദ്ധ കൊടുക്കാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കർത്താവ് കുർബാന സ്ഥാപിച്ചതിനെക്കുറിച്ചുള്ള നരേഷൻസ് നമ്മൾ സുവിശേഷങ്ങളിലെ അല്ലെങ്കിൽ കൊറിന്തോസിലെ 1 കൊറിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ 11 അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ അത് വിവരിക്കുന്ന, അതൊക്കെ ഒറിജിനൽ ടെക്സ്റ്റുകളാണ് കുർബാനയുടെ. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ആ സ്ഥാപന വാക്യങ്ങൾ ഉദ്ധരിച്ച് കർത്താവ് പറയുമ്പോൾ ഇപ്പോൾ കൃതജ്ഞതാസ്തോത്രം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സുവിശേഷങ്ങളിലുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1 ലേഖനത്തിൽ 11 അധ്യായത്തിൽ 24-25 വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ക്രിസ്തു അന്ത്യ അത്താഴത്തിൽ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്നാൽ മത്തായിയിലും മാർക്കോസിലും പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ അപ്പം എടുക്കുന്നതിന് മുമ്പ്, എടുത്ത് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിട്ടില്ല, ഈ കൃതജ്ഞതാസ്തോത്രം എന്നുള്ള വാക്കില്ല. എന്നാൽ മത്തായിലും മാർക്കിലും പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്തോത്രം എന്ന് പറയുന്നു. ഇനി ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 17-19 വരുമ്പോൾ ശരിക്കും 2 പ്രാവശ്യവും യേശു അന്ത്യാത്താഴത്തിൽ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത്, അതിനുശേഷം ഈ കാസ എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അതിലൂടെ പറഞ്ഞു വരുന്നത്, ചെറിയ വ്യത്യാസങ്ങൾ ചില സ്ഥലങ്ങളിൽ ഒരു സമയത്തേ ഉള്ളൂ, ചില സമയങ്ങളിൽ 2 സമയത്തും ഉണ്ട്. എങ്ങനെയൊക്കെ ആയാലും എല്ലാ നരേഷൻസും നമ്മൾ ഈ 5 നരേഷൻസ് കാണും. 4 സുവിശേഷങ്ങളിലും അതുപോലെ കൊറിന്തോസുകാർക്കുള്ള ലേഖനത്തിലും പൗലോസ്ലീഹയുടെ ആ ടെക്സ്റ്റിലൊക്കെ ഒരു കാര്യം ഉറപ്പാണ്, എല്ലായിടത്തും കൃതജ്ഞതാസ്തോത്രം ചെയ്തിട്ടാണ് കർത്താവ് ഇത് എൻ്റെ ശരീരമാകുന്നു എന്ന് അല്ലെങ്കിൽ എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം കർത്താവ് ഈ ബലി അർപ്പിച്ചപ്പോൾ അത് പരമപിതാവിനെ തന്നെ കൃതജ്ഞതയായിട്ടാണ് അർപ്പിച്ചത്. പരമപിതാവായ ദൈവം അദ്ദേഹത്തെ, സ്വന്തം മകനായ അദ്ദേഹത്തെ ഈ ലോകത്തിലേക്ക് രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് അയച്ച്, ആ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുന്നതിൻ്റെ തലേനാളിൽ ഇനി അധികം സമയമില്ല എന്ന് മനസ്സിലാക്കിയ യേശു ലോകത്തിൻ്റെ അവസാനത്തോളം ആ രക്ഷാകര കർമ്മം നിലനിൽക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഈ കൂദാശ സ്ഥാപിച്ചപ്പോഴും, ഞാൻ ഈ വാഴ്ത്തി നൽകുന്നത് എൻ്റെ പരമപിതാവിനുള്ളൊരു സ്തോത്രമാണ്, ഒരു നന്ദിയാണ് എന്ന് കർത്താവിന് ബോധ്യമുണ്ടായിരുന്നു. കർത്താവ് അർപ്പിക്കുന്ന ജീവിതം, ത്യാഗപൂർവം വരിക്കുന്ന ഈ മരണം, അത് ഒരു ബലി ആണെങ്കിലും അത് എൻ്റെ പിതാവായ ദൈവം ഈ മനുഷ്യവർഗത്തിന് വേണ്ടി എന്നിലൂടെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാനടക്കം ചെയ്യുന്ന ആ വലിയ കർമ്മത്തിന് നന്ദിയായിട്ട്, പുത്രനെന്ന ആ മഹാരഹസ്യത്തിൽ എനിക്ക് വീണ്ടെടുപ്പിൻ്റെ ഒരു രക്ഷകനായിട്ട് മാറാൻ സാധിച്ചതിലുള്ള ആ വലിയ നന്ദി, ആ ധർമ്മം നിർവഹിക്കുന്നതിലുള്ള നന്ദി പരമപിതാവിനെ അർപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം 1-ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നു
ഒന്നാം നൂറ്റാണ്ടിൽ ആദ്യമേ തന്നെ ഡെവലപ്പ് ചെയ്ത വാക്ക് യുക്കരിസ്തിയ എന്ന വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ. അത് നമ്മൾ യുക്കരിസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. അപ്പോൾ ഈ വിശുദ്ധ കുർബാന എന്ന യുക്കരിസ്തിയ എന്ന പദത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥവും കൃതജ്ഞതാ സ്തോത്രം എന്ന് തന്നെയാണ്. അപ്പോൾ അതിലൂടെ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാകുന്നുണ്ട്. ആ കർത്താവ് സ്ഥാപിച്ചപ്പോഴും ആദിമസഭയിലെ ഒക്കെ ഈ കൃതജ്ഞതാ സ്തോത്രമാണ് നമ്മൾ ഈ അർപ്പിക്കുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന് പരമപിതാവായ ദൈവത്തിനെ ദൈവം, ത്രിത്വിക ദൈവം നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര കർമ്മത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ആ മുഴുവൻ അനുസ്മരണത്തിനോടുള്ള നമ്മുടെ നന്ദി, നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾക്കുള്ള നന്ദിയാണ് വാസ്തവത്തിൽ ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. നമ്മുടെ തക്സയിലെ ഉടനീളം ഈ കൃതജ്ഞത സ്തോത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ കൃതജ്ഞത അർപ്പിക്കാൻ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം എന്നൊക്കെ നിരന്തരം അത് സൂചിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ വളരെ അർത്ഥവത്തായിട്ട് കാണുന്നത്. കുർബാനയുടെ ആദ്യ ഭാഗങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ അതുണ്ട്. എനിക്ക് തോന്നുന്നത് കർത്താവേ മമ രാജാവേ, സൂർ മലബാർ സഭയിലാണെങ്കിൽ ആ പ്രാർത്ഥന ആ പാട്ട് പാടിക്കഴിഞ്ഞാൽ, സങ്കീർത്തനം കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥനയിലുണ്ട് ഇങ്ങനെ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണല്ലോ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് പറയും. എന്നിട്ട് സഭയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടാണ് നന്ദി പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ കൂടുതൽ ഒരുപക്ഷെ ജനങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവബോധമാണിത്. നമ്മുടെ ബലി എന്ന് പറയുന്നത് പണ്ടത്തെ കാരണവന്മാരെ നമ്മൾ ഓർക്കണില്ലേ, ഈ പണ്ടത്തെ കുർബാന സുറിയാനി കുർബാനയും കൂടിയായിരുന്നു. ഇപ്പോൾ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഏതാണ്ട് ശോശപ്പ് വെച്ച് മൂടിയാൽ ഉടനെ കർത്താവിൻ്റെ അടക്കം കഴിഞ്ഞു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവരതിനൊരു അർത്ഥം കണ്ടെത്തി ജീവിക്കുമായിരുന്നു. അങ്ങനെയുള്ള സിംബോളിസംസ് അതിനെന്നും അർത്ഥമുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അപ്പോൾ കൂടുതൽ ഈ ബലി എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോയിട്ട് സഹനം, മരണം, ദുഃഖം, പാടുപീടുകൾ അങ്ങനെയൊക്കെയുള്ള ഒരു വികാര വായ്പോട് കൂടിയാണ് പലരും കുർബാനയിൽ പങ്കുകൊള്ളുന്നത്. പക്ഷേ അത് ആ രഹസ്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിൻ്റെ വലിയ നന്ദിയാണ് വാസ്തവത്തിലുണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഡൈമെൻഷനാണ് വാസ്തവത്തിൽ ഈ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി നൽകിയ എല്ലാ കൃപകൾക്കുള്ള ഒരു നന്ദിയുടെ വാഴ്ത്തലാണ് വാസ്തവത്തിൽ ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛാ, ഈ വാസ്തവത്തിൽ അച്ഛൻ പറയുമ്പോൾ അതിനകത്തൊരു ദൈവശാസ്ത്രപരമായ വേറൊരു വശമില്ലേ? അതായത് അച്ഛൻ ഇപ്പം നേരത്തെ പറഞ്ഞു, പിതാവായ ദൈവത്തിന് ഒരു ദൗത്യം നിർവഹിക്കാനാണ് പുത്രനെയും കൂടെ അയച്ചത്. പുത്രൻ ആ പിതാവിൻ്റെ പദ്ധതി വളരെ കൃത്യമായി പാലിച്ച് അത് നടപ്പിലാക്കി. തൻ്റെ ഹിതം മാറ്റിവെച്ച് പിതാവിൻ്റെ ഹിതം നിറവേറ്റി. അപ്പോൾ ആ പിതാവിന് മനുഷ്യവർഗത്തിന് മുഴുവൻ പ്രതിനിധി എന്ന നിലയിൽ, അതായത് ക്രിസ്തു തന്നെ മനുഷ്യപുത്രൻ എന്നാണല്ലോ പലപ്പോഴും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യവർഗത്തിന് വേണ്ടി മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഒരു കൃതജ്ഞതയുടെ ബലി അർപ്പിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും ക്രിസ്തു ബലി അർപ്പിച്ചത് ഒരേ സമയം ദൈവവും മനുഷ്യനുമായ ക്രിസ്തുവാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച് മാംസവും മജ്ജയുള്ള മനുഷ്യവംശത്തിൻ്റെ ഒരു ഭാഗമായി പിൻപറ്റി മറിയത്തിൽ നിന്ന് ജനിച്ച് മനുഷ്യനെ പോലെ ജീവിച്ച് ആ മനുഷ്യൻ്റെ പാപമൊഴികെ മറ്റെല്ലാ കാര്യത്തിലും മനുഷ്യനെ പോലെ ആയിത്തീർന്ന് ആ മനുഷ്യനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൂടിയാണ് കർത്താവ് ഈ ബലി അർപ്പിച്ചത്. ഇപ്പോൾ തീർച്ചയായിട്ടും പക്ഷേ അത് മനുഷ്യനായ ക്രിസ്തു അല്ല. ആ മനുഷ്യനായ ക്രിസ്തു ആണെങ്കിലും ഒപ്പം ദൈവവുമായ ക്രിസ്തുവാണ്, ദൈവവും മനുഷ്യനുമായ ക്രിസ്തുവാണ്. അതിൽ തീർച്ചയായിട്ടും ഈ മാനുഷിക വശം തീർച്ചയായിട്ടും അതിലുണ്ട്. അപ്പോൾ അതിൽ കർത്താവ് അങ്ങനെ അത് പറയുന്നതിൻ്റെ ഒരു കാര്യം, സൃഷ്ടികർമ്മം മുതലുള്ള കാര്യങ്ങൾ വാസ്തവത്തിൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കർത്താവ് നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ മനുഷ്യ ലോകത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയായിട്ട് അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കർത്താവ് തൻ്റെ ജീവനെ കൊടുത്തു അർപ്പിച്ച ബലിയുടെ ഒരു കൗതാശിക ആഘോഷമാണ് നമ്മൾ ബലി എന്ന് പറയുമ്പോൾ തന്നെ വാസ്തവത്തിൽ ആ മരണത്തിൻ്റെ ആ സമയം മാത്രമല്ല കർത്താവ് ഇതിലൂടെ ഓർക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നന്ദിയുടെ വാഴ്ത്തൽ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ സൃഷ്ടി തുടങ്ങിയപ്പോൾ തന്നെ പിതാവായ ദൈവത്തിന്, സൃഷ്ടി നടന്നത് തന്നെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ടല്ലോ, 1:4 നമ്മൾ പ്രലോഗിൽ കാണുന്നുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനത്തിലൂടെയാണ് എല്ലാം ഉണ്ടായത്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ചേർന്നിട്ടുള്ള ഈ സൃഷ്ടികർമ്മം നടക്കുമ്പോൾ ആ സൃഷ്ടിയിൽ തന്നെ രക്ഷയുടെ ആദ്യപടിയാണത്. അതായത് നമ്മൾ പലപ്പോഴും സൃഷ്ടിക്കുക എന്ന് കാണുന്നതിനും കർത്താവ് ഈ ലോകത്തെ സൃഷ്ടിച്ചു, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ യേശുവിൻ്റെ മരണത്തിലൂടെ ഈ ലോകത്തെ രക്ഷിക്കുവാനുള്ള പദ്ധതിയുടെ ആദ്യത്തെ പടിയാണത്.
ദൈവത്തിൻ്റെ ത്രിത്വിക സ്നേഹത്തിലേക്ക് മനുഷ്യവർഗത്തെ പൂർണ്ണമായിട്ട് ഈ പ്രപഞ്ചത്തെ അനുരഞ്ജനപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന പരിശ്രമത്തിൻ്റെ ആദ്യപടി ആയിട്ടും അത് പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് ഒരുപക്ഷെ കൂടുതൽ വ്യക്തമാകണമെങ്കിൽ ഞാൻ ആ അവസരത്തിൽ നമ്മുടെ ഇരണയൂസ് എന്ന് പറയുന്ന സഭാപിതാവ് അദ്ദേഹത്തിൻ്റെ അദ്വേഴ്സുസ് ഹെരസുസ് എന്ന് പറയുന്ന ഹെരസസ് എന്ന് പറയുന്ന അദ്വേഴ്സുസ് ഹെരസസ് എന്ന് പറയുന്ന എഴുത്തുകളിൽ ആ കൃതിയിൽ വളരെ മനോഹരമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ക്രിയേറ്റീവ് ആക്ട് ഈസ് എ ഡെയിഫയിങ് ആക്ട്. അതായത് സൃഷ്ടിയുടെ കർമ്മം എന്ന് പറയുന്നത് പവിത്രീകരിക്കുന്ന, ഡിവിനൈസേഷൻ നടത്തുന്ന, ദൈവീകവൽക്കരണത്തിൻ്റെ ഒരു കർമ്മമാണ് എന്ന് പെട്ടെന്ന് നമുക്ക് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? സൃഷ്ടിക്കുമ്പോൾ തന്നെ രക്ഷിക്കുന്ന ഒരു റിഡീമിങ് ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ അത് രക്ഷാകരമായ സാൽവിഫിക് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്, ഒരു സേവിങ് ആക്റ്റാണ് എന്ന് എങ്ങനെ പറയും? അതിന് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കർഷകരായ ആളുകൾ, നമ്മുടെ കർഷകരെ നെൽപ്പാടങ്ങളിൽ വിത്ത് വിതയ്ക്കുമ്പോൾ ആ വിത്ത് വിതയ്ക്കുമ്പോൾ കർഷകൻ്റെ മനസ്സിലെ സ്വപ്നം എവിടെ വരെ ഉണ്ട്? ആ നെല്ല് വളർന്ന് കതിറ് ചൂടി ഒരു കൊയ്ത്തും അതിനുശേഷം വിഭവസമൃദ്ധമായി ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. അപ്പോൾ കർഷകൻ വിത്തെറിയുമ്പോൾ തന്നെ ആ വിത്ത് പിന്നീട് ഫലം ചൂടുന്നതിനെക്കുറിച്ച് അറിയുന്നത് പോലെയാണ് ദൈവവും. ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടികർമ്മം ആരംഭിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് പൂർണ്ണമായി രമ്യതപ്പെടുത്തുന്ന കർത്താവിൻ്റെ ബലിയും ഉത്ഥാനവും അതിലൂടെ മനുഷ്യവർഗവും ഒന്നാകെ തൻ്റെ സ്നേഹത്തിൽ അടിയുറച്ച് നിൽക്കുന്ന കാര്യം. ദൈവത്തിന് സമയമില്ലല്ലോ, അപ്പോൾ മനുഷ്യൻ പാപം ചെയ്യുന്നു, ഇതൊക്കെ ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ ഇങ്ങനെയൊക്കെയുള്ള ആ നിരഞ്ജനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ വാസ്തവത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് പരമപിതാവിനെ നന്ദി അർപ്പിക്കുമ്പോൾ കർത്താവ് അന്ത്യത്താഴത്തിൽ അർപ്പിച്ച അല്ലെങ്കിൽ കുരിശിൽ അർപ്പിച്ച ആ ബലിയുടെ മാത്രം ഒരു അനുസ്മരണ പുനരാവിഷ്കരണമാകാതെ അത് സൃഷ്ടികർമ്മം മുതൽ ദൈവം ഈ ലോകത്തിന് വേണ്ടി ചെയ്ത എല്ലാ രക്ഷണീയ കർമ്മങ്ങളുടെയും ആകത്തുകയായിട്ട് നമ്മൾ കാണണമെന്നും അതിനുള്ള വാഴ്ത്തലായിട്ട് നന്ദിയായിട്ട് വേണം ഇതിനെ കാണണമെന്നൊക്കെ ഈ സഭാപിതാവ് പറയാനുണ്ടായ കാരണം അതാണ്. അപ്പം അച്ഛൻ പറഞ്ഞു വരുന്നത് ഈ ഓരോ വിശുദ്ധ കുർബാനയും ഈ അതിനൊരു പ്രാപഞ്ചികമായ ഒരു മാനമുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ, സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവം ചെയ്തിട്ടുള്ള വലിയ അനന്തമായ കാരുണ്യം, ആ കാരുണ്യത്തിലേക്ക് ദൈവം മനുഷ്യനെയും ക്ഷണിച്ചു. പക്ഷേ ബലഹീനനായ മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥത മൂലം അകന്നു പോകുന്നു എന്നത് ഒരുപക്ഷെ ദൈവത്തിന് അറിയാമായിരുന്നിരിക്കും. എങ്കിലും ഈ സ്നേഹത്തെ പ്രതി മനുഷ്യന് വേണ്ടിയിട്ട് സ്വപുത്രനെ നൽകി പുത്രൻ്റെ കുരിശുമരണത്തിലൂടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വീണ്ടെടുക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഓരോ വിശുദ്ധ കുർബാനയും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓരോ കുർബാനയും പിതാവായ ദൈവത്തിനോടുള്ള ഒരു കൃതജ്ഞത. പഴയ നിയമത്തിലെ വാസ്തവത്തിലെ മനുഷ്യൻ ഈ പ്രത്യുത്തരം നൽകാൻ ശ്രമിച്ചിരുന്നു. ദൈവം നൽകിയ ഈ വലിയ വീണ്ടെടുപ്പിൻ്റെ മനുഷ്യ സൃഷ്ടിയിലൂടെ നടത്തിയ രക്ഷാകര കർമ്മത്തിൻ്റെ അനുഭവത്തിനുള്ളൊരു പ്രത്യുത്തരം എന്ന രീതിയിൽ പഴയ നിയമത്തിലും ബലികൾ അർപ്പിച്ചിരുന്നു. പക്ഷെ ആ ബലികളെല്ലാം അപൂർണങ്ങളായിരുന്നു. കാരണം ബലഹീനനായ മനുഷ്യനാണ് അത് അർപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തിന് ബലി അർപ്പിക്കണമെങ്കിലുള്ള യോഗ്യത നമുക്കുണ്ടാകണമല്ലോ. അതിന് ഏറ്റവും യോഗ്യതയുള്ളത് ദൈവം തന്നെയായ മനുഷ്യനായി തീർന്ന ആ ക്രിസ്തുവിനാണ്. അതുകൊണ്ടാണ് ഈ ക്രിസ്തുവിലൂടെ ആ പരമപിതാവിനെ നമ്മൾ നന്ദിയുടെ വാഴ്ത്തൽ അർപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തു അർപ്പിച്ച ആ ബലിയിലൂടെ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൽ തന്നെ എന്നൊക്കെ പറയുമ്പോൾ ലത്തീൻ കുർബാനയിൽ അതിൻ്റെ മനോഹരമായ പരിഭാഷയുണ്ട്. എപ്പിക്ലൈസിസിൻ്റെ സമയത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തന്നെ ക്രിസ്തു ആയിട്ട് നമ്മളിത് ചേർന്ന് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നടക്കുന്നത് ഏറ്റവും പരമപിതാവിനെ ബലിയർപ്പിക്കാൻ യോഗ്യനായ വ്യക്തി കളങ്കമറ്റ നിഷ്കളങ്കനായ ക്രിസ്തുവാണ്. സ്വന്തം പുത്രന് തന്നെയാണ്. അവൻ മനുഷ്യവർഗത്തിൻ്റെയും കൂടി ഒരു സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് കർത്താവിൻ്റെ ബലിയർപ്പിച്ച പരമപിതാവായ ദൈവത്തിനെ നമ്മൾ വാഴ്ത്തുന്നത്. ഏറ്റവും പരമമായത് വാസ്തവത്തിൽ നമ്മൾ നന്ദിയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അവകാശപ്പെടാനില്ല. അപ്പോൾ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ ഏതോ വലിയൊരു കാര്യം ത്യാഗം സഹിച്ച് ഞാൻ 100 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 1000 രൂപ കൊടുത്ത് സകല ലൈറ്റ് വിട്ട് ഞാൻ വലിയ പൈസയൊക്കെ ചിലവഴിച്ച് ഞാൻ എന്തോ ഒരു സാധനം ചെയ്യണു എന്നൊന്നും നമുക്ക് വിചാരിക്കാനില്ല വാസ്തവത്തിൽ. കാരണം അങ്ങനെ നമുക്ക് നന്മ പോലും ചെയ്യാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടല്ലേ. അപ്പോൾ ആത്യന്തികമായിട്ടുള്ളത് ദൈവകൃപ മാത്രമേ ഉള്ളൂ. ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും അത് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിലെന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ഇനി അതിലെന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ
അത് മനുഷ്യനായ വിൻസെൻറ്റിൻ്റെയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ആ ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ദൃഷ്ടാന്തമാണ്, മൊമെൻ്റാണ് നമ്മുടെ വിശുദ്ധ കുർബാന. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞതുപോലെ ഈ പിതാവായ ദൈവവുമായി അനുരഞ്ജനപ്പെടാനായിട്ട് പഴയ നിയമത്തിലുടനീളം മനുഷ്യൻ പരിശ്രമിക്കുന്നു. അതിനുവേണ്ടി ഹോമബലികളും രക്തബലികളും ഒക്കെ അർപ്പിക്കുന്നു. പക്ഷേ എങ്കിലും ഈ അനുരഞ്ജന പ്രക്രിയ പൂർണ്ണമാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാരണം മനുഷ്യൻ്റെ ഈ ബലഹീനതയാണ്, അവൻ്റെ ഒരു പാപാവസ്ഥയാണ്. കാരണം ഒരിക്കലും അവൻ ബലിയർപ്പിക്കുമ്പോഴും അവൻ്റെ ഉള്ളിലൊരു സ്വേച്ഛ, എന്നോട് തന്നെയുള്ളൊരു ഇഷ്ടം, എൻ്റെ എന്നുള്ളൊരു ചിന്ത, ഇതൊക്കെ ഉണ്ടാകുന്നു. പക്ഷെ അപ്പോൾ അതില്ലാത്ത ഒരാളെ ഒരു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ ബലിക്ക് പരിപൂർണതയുണ്ട്. അതിലൂടെ ഒരുപക്ഷെ ഈ അനുരഞ്ജന പ്രക്രിയ പൂർണ്ണമാവുകയും ചെയ്യും. നേരത്തെ ബിജു സാർ പറഞ്ഞപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചില്ലേ, ദിവ്യകാരുണ്യം. അത് ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. വാസ്തവത്തിൽ അങ്ങനൊരു വാക്ക് വേറൊരിടത്തും ഇല്ല എന്നാണ് ലിറ്റർജി പണ്ഡിതന്മാർ പറയുന്നത്. കേരളത്തിൽ നമ്മുടെ പൂർവികരെ രൂപം കൊടുത്തൊരു വാക്കാണ് അത്രേ അത്, ദിവ്യകാരുണ്യം. അത് സഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു വാക്കില്ല. അത് കേരളത്തിൽ മലയാളത്തിൽ രൂപപ്പെട്ടൊരു കാര്യമാണ്. അതിൽ എന്താണ്, ദൈവം ചെയ്ത വലിയ കാരുണ്യമാണത്, ദിവ്യമായ കാരുണ്യമാണ്, ദിവ്യമായ ദയയാണ്, ലോകത്തിനോട് ചെയ്ത ഏറ്റവും വലിയ സമ്മാനമാണ്, നൽകിയ സമ്മാനമാണ്. ആ അർത്ഥത്തിലാണ് അത് കുറേ കൂടി ദിവ്യകാരുണ്യം എന്നുള്ള വാക്ക്, ദൈവത്തിൻ്റെ ഈ വലിയ കാരുണ്യം, മനുഷ്യവർഗത്തിനോടുള്ള ആ കാരുണ്യം എന്നുള്ള അർത്ഥം ധ്വനിപ്പിക്കാൻ വാസ്തവത്തിൽ ഈ കൃതജ്ഞതയാണ് നമ്മുടെ ബലി എന്ന് ഓർമ്മിപ്പിക്കാൻ ഒരുപക്ഷെ ഈ ദിവ്യകാരുണ്യം എന്നുള്ള വാക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ ഇതുമായി ചേർന്ന് പോകുന്ന ഒരു ചിന്ത, വളരെ പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാനയുടെ ഒരു ദൈവശാസ്ത്രം. ഈ നമ്മുടെ പഴയ നിയമത്തിൽ മുഴുവൻ ബലി അർപ്പിച്ചിരുന്നത് ഒന്നിൽ ആടുകളെ അല്ലെങ്കിൽ ചങ്ങാലികളെ, അങ്ങനെയാണ്. മറ്റ് മൃഗങ്ങളെ ബലിയർപ്പിച്ചത്, മൃഗബലികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫലമൂലാദികളുടെ ബലികളുണ്ടായിരുന്നു. അപ്പോൾ ബലി നമ്മൾ മനുഷ്യൻ കൊണ്ടുവന്ന് ബലി കാഴ്ചവെക്കുകയാണ്. പക്ഷെ വിശുദ്ധ കുർബാന സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ പറയുന്നു വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുന്നത് ക്രിസ്തുവാണ്, ബലി വസ്തുവും ക്രിസ്തുവുമാണ്. അതെങ്ങനെ ഒന്ന് വിശദീകരിക്കാമോ? കാരണം അതിൻ്റെ ഒരു ആന്തരിക അർത്ഥം എന്താണ്? ഒരേ സമയം വിശുദ്ധ കുർബാനയിലെ ക്രിസ്തുവാണ് അർപ്പകനും അതേസമയം ബലിവസ്തുവും. അത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് നമ്മൾ പണിപ്പെടേണ്ട കാര്യമില്ല. ഈ കുർബാന സ്ഥാപിച്ച അന്ത്യ അത്താഴത്തിലേക്ക് പോയാൽ മതി. അന്ത്യ അത്താഴത്തിൽ ആരാണ് ഇത് വാങ്ങി, ഇത് എൻ്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു, നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാര്യം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്തത് ക്രിസ്തു തന്നെയാണ്. അവിടെ ബലിയർപ്പകൻ ക്രിസ്തു തന്നെയായിരുന്നു. കാരണം എന്താ, ആ അന്ത്യത്താഴത്തിൽ പറഞ്ഞ ആ പ്രക്രിയ ആദ്യമായിട്ട് അർപ്പിച്ച് പൂർത്തീകരിച്ചത് യേശു തന്നെയാണ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കുരിശിൽ. അപ്പോൾ അന്ത്യത്താഴത്തിൽ പ്രതീകാത്മകമായിട്ട് കർത്താവ് അവർക്ക് വിഭജിച്ചു കൊടുത്തപ്പോഴും അവിടെ അധ്യക്ഷ സ്ഥാനത്ത്, അർപ്പകൻ്റെ സ്ഥാനത്ത് കർത്താവായിരുന്നു. ആ കാര്യം തന്നെയാണ് കർത്താവ് പ്രതീകാത്മകമായി ചെയ്ത കാര്യം പിന്നീട് വസ്തുനിഷ്ഠമായിട്ട് യാഥാർത്ഥ്യമായിട്ട് ഏതാനും മണിക്കൂറുകൾക്കകം കാൽവരിയിലെ അത് ആ അൾത്താരയിലെ ഗാഗുൽത്തായിലെ പൂർത്തിയാക്കുകയാണ്. അവിടെയും ബലിയർപ്പകൻ ക്രിസ്തുവാണ്. ഇനി അതേപോലെ തന്നെ എന്താണ് ക്രിസ്തു ബലി അർപ്പിച്ചത്? ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് അവിടെ ബലിവസ്തുവായിട്ട് അർപ്പിച്ചതും. ആ തൻ്റെ ശരീരവും തൻ്റെ രക്തവും പൊടിഞ്ഞുകൊണ്ടാണ് കാൽവരിയിലും ആ ബലി പൂർത്തിയാക്കിയത്. അപ്പോൾ കർത്താവ് കുർബാന സ്ഥാപിച്ച അന്ത്യ അത്താഴത്തിലെ സ്ഥാപനവാക്യങ്ങളുടെ പശ്ചാത്തലം പരിശോധിച്ചാലും അത് യാഥാർത്ഥ്യമാക്കി തീർത്ത കാൽവരിയിലെ ബലി നമ്മൾ എടുത്തു നോക്കിയാലും ബലിയർപ്പകനും ബലിവസ്തുവും ഒരാൾ തന്നെയാണ്. ഇവിടെ വൈദികൻ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഈ ബലി അധ്യക്ഷ പദത്തിൽ നിന്ന് ഇത് അർപ്പിക്കുന്നുണ്ടെങ്കിലും അത് അദ്ദേഹം അർപ്പിക്കുന്നത് ഒരു വൈദികൻ ഇത് എൻ്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ വിൻസെൻ്റ് കുണ്ടോളത്തിൻ്റെ രക്തമാകുന്ന ആണില്ല, അതല്ല ആളോട് ഉദ്ദേശിക്കുന്നത്. ആ ക്രിസ്തുവാകുന്ന ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ക്രിസ്തുവിൻ്റെ വാക്യങ്ങൾ തന്നെ ഉച്ചരിക്കുമ്പോൾ അവിടെയും ബലിയർപ്പകൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ട് മാത്രമാണ് അവിടെ വൈദികൻ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവും ബലി വസ്തുവും ക്രിസ്തു തന്നെയാണ് എന്നുള്ളത് നമ്മുടെ അനുദിന ബലിയിലെ അത് മനസ്സിലാക്കണമെങ്കിൽ വേറെ കുർബാനയെക്കുറിച്ച് ഉപയോഗിച്ചിട്ടുള്ള വേറൊരു പദമുണ്ട്.
ആദ്യ കാലഘട്ടത്തും ഒരുപക്ഷെ ഏറ്റവും ആദ്യം വന്ന ഒരു വാക്കാണ് അനാംനേസിസ്, അനുസ്മരണം, അനാംനേസിസ്. ഈ ഗ്രീക്ക് ഭാഷയിൽ ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് അനുസ്മരിക്കുക എന്ന് മാത്രമല്ല. പെട്ടെന്ന് കേൾക്കുമ്പോൾ അനാംനേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മിക്കുക, അനുസ്മരിക്കുക എന്നാണ്. പക്ഷേ ഒരു ഓർമ്മ മാത്രമല്ല, അല്ല, അത് വളരെ ഡെപ്തുള്ള വാക്കാണ്. അതെ അതെ, അത് വീണ്ടും ഒരു കൊണ്ടാടലും കൂടിയാണ്. വീണ്ടും അത് കൊണ്ടാടലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു നടന്ന ഒരു കാര്യത്തെ വെറുതെ ഓർമ്മിച്ചെടുക്കലല്ല, അങ്ങനെ ചെയ്യുന്ന ഒരു അനുഷ്ഠാനമല്ല അത്. വാസ്തവത്തിൽ അവിടെ നടക്കുന്നത് വീണ്ടും ആ പ്രവൃത്തി നമ്മുടെ അൾത്താരയിൽ വീണ്ടും ആവിഷ്കരിക്കപ്പെടുകയാണ്. എന്ന് പറയുമ്പോൾ ഒരു കാര്യം വിചാരിക്കരുത്, കാകുൽത്തായിലെ ബലി അക്ഷരശ അതേപോലെ രക്തം ചിന്തിയുള്ള ഒരു ബലി അവിടെ നടക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് മിയർ റെപ്പിറ്റീഷൻ, ഒരു വെറും ആവർത്തനമായിട്ട് അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവതരണമാണ് എന്ന് നമ്മൾ. അപ്പോൾ ഈ അനാമിനേസിൽ നിന്നുള്ള വാക്ക്, അങ്ങനെയുള്ളൊരു പ്രയോഗം കുർബാനയ്ക്ക് കൊടുത്തതിൽ നിന്ന് തന്നെ നമുക്ക് ഈ കാര്യം മനസ്സിലാവും. ഓരോ ബലിയിലും വെറുതെ അനുസ്മരണമല്ല നടക്കുന്ന, ക്രിസ്തുവാകുന്ന ബലിയർപ്പകനും ക്രിസ്തുവാകുന്ന ബലിവസ്തുവും വീണ്ടും വീണ്ടും കൗദാശികമായ രീതിയിൽ അവിടെ വീണ്ടും ആവിഷ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അനാമനൈസിസ് എന്നുള്ള വാക്കിൽ നിന്ന് നമുക്ക് ഈ അർത്ഥവിന്യാസം വളരെ വ്യക്തമാണ്. വേറൊരു വാക്ക് ഇംഗ്ലീഷിൽ പറയുക റീഅനാക്ട്മെൻറ്റ് എന്നാണ്, റീഅനാക്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ പലർക്കും തെറ്റിദ്ധരിക്കാമെന്ന് വെച്ചാൽ ഇന്നൊരുപാട് അനുസ്മരണങ്ങൾ, ആഘോഷങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ബർത്ത്ഡേ ആഘോഷിക്കുന്നു, പിന്നെ അച്ഛന്മാർ ചിലപ്പോൾ ജൂബിലി ആഘോഷിക്കുന്നു, സിസ്റ്റേഴ്സ് ജൂബിലി ആഘോഷിക്കുന്നു, വിവാഹത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്നു. ഇങ്ങനെ പലതിനും നമ്മൾ പല സഭയുടെ രൂപതയുടെ ഒക്കെ ആഘോഷിക്കും. അപ്പോൾ അതൊരു അനുസ്മരണം പോലെയാണ് പെട്ടെന്ന് ചില ആളുകൾ കുർബാനയും കാണുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രവൃത്തി വീണ്ടും നമ്മളിങ്ങനെ അനുസ്മരിച്ച് പോകുന്നു. അല്ല, അതിനും അപ്പുറത്ത് ആ പ്രവർത്തനം, അന്ന് നടന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, രക്ഷാകര വേല വീണ്ടും വീണ്ടും, ഞാൻ ലോകാവസാനം വരെ ഇത് നിങ്ങൾ തുടരണം, അവസാനം വരെ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാനിത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശു അന്ന് അർപ്പിച്ച സ്വശരീരത്തെ, രക്തത്തെ, ആ ബലിവസ്തു ക്രിസ്തുവായിരുന്നു. ആ ക്രിസ്തു തന്നെയാണ് നമ്മൾ ഇപ്പോഴും ബലിവർപ്പകനായിട്ടും ബലിവസ്തുവായിട്ടും നമ്മുടെ ഓരോ കുദാശകൾ. പക്ഷേ യേശു അന്ന് അവിടെ അർപ്പിച്ച പോലെ ഇവിടെ രക്തം ചിന്തണില്ല, പാടുപീടകൾ ഉള്ള ഒരു ശരീരമൊന്നുമല്ല ഇവിടെ നമ്മൾ അർപ്പിക്കുന്നത്. കാൽവരിയിലെ കുരിശിൽ കിടന്ന പോലെ ഇത് മഹത്വീകരിക്കപ്പെട്ട യേശുവിൻ്റെ ശരീരമാണ്. അങ്ങനെയുള്ള ചെറിയ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ ദൈവം വീണ്ടും രക്തം ചിന്തുന്നില്ല. അന്ന് നടന്ന ആ സംഭവങ്ങൾ വാസ്തവത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം, ദൈവം മനുഷ്യന് വേണ്ടി ചെയ്ത വലിയ യാഗത്തിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ ഫലദായകമായി ഓരോ വിശുദ്ധ കുർബാനയിലും വീണ്ടും വീണ്ടും നടക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ വേറൊരു വാക്യം കൂടി നമ്മൾ ഈ ഭാഗത്ത് ഓർക്കണം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം, അവിടെയാണ് ഈ പ്രീസ്റ്റ്ഹുഡും ബലിയെക്കുറിച്ചൊക്കെ കൂടുതൽ പ്രതിപാദനങ്ങളുള്ളത്. അതിൽ 9-ാമത്തെ അധ്യായത്തിലെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട്, ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. 9-ാമത്തെ അധ്യായം 14-ാം വാക്യത്തിലേക്ക്, നിത്യ ആത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. അപ്പോൾ അവിടെ 2-3 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുവാണ് നിത്യമായ ആത്മാവുള്ള ക്രിസ്തു. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ക്രിസ്തു ജീവിച്ചത്, ശരിയാണ് ഈ ചരിത്രത്തിൽ. പക്ഷേ ആ ദൈവം ആയിരിക്കെ നിത്യനായ ദൈവമാണ്. അപ്പോൾ ഓരോ കുർബാനയിലും ആ ക്രിസ്തു പൂർണ്ണമായിട്ട് നിത്യമായിട്ട് നിലനിൽക്കുകയാണ്. അതുപോലെ ഏറ്റവും നിഷ്കളങ്കമായ ബലിവസ്തുവായിരുന്നു ക്രിസ്തു. നിഷ്കളങ്കനായ ക്രിസ്തു എന്നാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിഷ്കളങ്കനായ ക്രിസ്തു, കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ചു. അതുപോലെ പൂർണ്ണമായിട്ട് ക്രിസ്തു സമർപ്പിക്കുകയും ചെയ്തു, കാരണം ജീവിതം മുഴുവൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ അന്ത്യ അത്താഴത്തിലുള്ള സ്ഥാപനവും അതുപോലെ അത് കാൽവരിയിൽ പൂർത്തിയാക്കിയതും പിന്നീട് ആ കർത്താവ് നിത്യനായ ദൈവമായതുകൊണ്ടും അത് ആ കർത്താവിൻ്റെയും ജനങ്ങളുടെയും പ്രതിനിധിയായിട്ട് വൈദികൻ്റെ നേതൃത്വത്തിൽ ഒരു ജനസമൂഹം മുഴുവൻ, വിശ്വാസ സമൂഹം വിശ്വാസത്തോടു കൂടെ കർത്താവ് പറഞ്ഞ പോലെ അത്തരം റീത്തുകളിൽ ഉപയോഗിച്ചുകൊണ്ട് ആ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും ക്രിസ്തു തന്നെയാണ് ബലിയർപ്പകനായിട്ട് അവിടെ വരുന്നതും ക്രിസ്തു തന്നെയാണ് ബലിവസ്തുവായിട്ട് വരുന്നതും. അതുകൊണ്ടാണ് അത് പരമപിതാവിനെ ഏറ്റവും സന്തോഷമുള്ള വാഴ്ത്തലായിട്ട്, നന്ദിയായിട്ട് തീരുന്നതും.
ഇപ്പോൾ വെച്ചാൽ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര ചിന്തകളാണ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചത്. ഒന്നാമത്തത് ഇതൊരു കൃതജ്ഞതയുടെ ബലിയാണ്. ഈ സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യവർഗത്തോട് ചെയ്ത, പ്രപഞ്ചത്തോട് ചെയ്ത, സൃഷ്ടികളോട് ചെയ്ത മഹാകാരുണ്യത്തിന് ഉള്ളൊരു നന്ദി പ്രകാശനമാണ്, പൂർണ്ണമായൊരു നന്ദി പ്രകാശനം. രണ്ടാമത് ബലി. ഈ ബലിയിലെ ബലി വസ്തുവും ബലി അർപ്പകനും ക്രിസ്തു തന്നെയാണ്. അതേ ബലിയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. വളരെ നന്ദി അച്ഛാ. ഈ 2 വലിയ ചിന്തകൾ നമ്മുടെ CCCയിലുള്ള ഇത് വളരെ ലളിതമായും ആധികാരികമായും പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിച്ചതിന് അച്ഛന് പ്രത്യേകം നന്ദി. താങ്ക് യു. ഓരോ വിശുദ്ധ കുർബാനയും കൃതജ്ഞതയുടെ ബലിയാണ്. സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യവർഗത്തിനും സൃഷ്ടികൾക്കും ദൈവം നൽകിയ മഹത്തായ അനന്തമായ കാരുണ്യത്തിനുള്ള നന്ദി പ്രകാശനം. ആ നന്ദി പ്രകാശനം നടത്താൻ മനുഷ്യൻ അയോഗ്യനായതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യർക്കു വേണ്ടി, പ്രപഞ്ചത്തിനു വേണ്ടി ഈ കൃതജ്ഞതയുടെ ബലിയർപ്പിച്ചു. അതുകൊണ്ട് ഓരോ ബലിയും കൃതജ്ഞതയുടേതാണ്. ഒപ്പം ഓരോ ബലിയിലും ക്രിസ്തുവാണ് അർപ്പകനും ബലി വസ്തുവും ക്രിസ്തുവാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന നമുക്ക് അനുഭവവേദ്യമാകട്ടെ. ഉള്ളിൻ്റെ ഉള്ളിൽ ആ ക്രിസ്തു അർപ്പിക്കുന്ന ആ ബലിയോട് ചേർന്ന് വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തെ മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.